അതുകൊണ്ട് എന്റെ കൂട്ടുകാരെ, എന്റെ രക്ഷിതാക്കളെ, എന്റെ പെങ്ങന്മാരെ, എന്റെ ഉമ്മമാരെ, അല്പമെങ്കിലും ചൊല്ലാത്ത ഒരു ദിവസവും ഉണ്ടാവരുത്, ഒരല്പം സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസവും ഉണ്ടാവരുത്. ഖുർആൻ അല്ലാഹുവിന്റെ കലാം എന്തൊരൗദാര്യമാണ് നമുക്ക് കിട്ടിയത്. റബ്ബിന്റെ കലാം എത്ര മഹത്വമുള്ളതാണ്. ഒരു പേജെങ്കിലും ഖുർആൻ ഓതാത്ത ഒരു ദിവസവും ഉണ്ടാവല്ല മോനെ. മൊബൈലിൽ ഖുർആൻ ആപ്ലിക്കേഷൻ ഇല്ലേ മോനെ? ഒരു പേജ് ഇന്ന് ഖുർആൻ ഓതാൻ നേരം കിട്ടിയോ മോനെ? ഞാൻ എത്ര നന്ദി കെട്ടവനാണ് അങ്ങനെയാണെങ്കിൽ. ഈ മജ്‌ലിസിൽ എന്റെ ചെറുപ്പക്കാർ ഒരു പ്രതിജ്ഞ എടുക്കണം. ഖുർആൻ ഒരു പേജെങ്കിലും ഓതാത്ത ഒരു ദിവസവും എനിക്കുണ്ടാവില്ല എന്നൊരു തീരുമാനമെടുത്തുകൂടെ മോനെ? മരിക്കുന്ന അന്ന് മുടങ്ങണം, അതുവരെ മുടങ്ങാൻ പാടില്ല. അപ്പൊ ഖുർആനങ്ങ് കരയും. അപ്പോൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് രണ്ട് സ്ഥലങ്ങൾ കരയും. അലി റളിയല്ലാഹു എന്ന് പറയാണ്, നമ്മൾ ഖുർആൻ ഓതാനിരിക്കുന്ന സ്ഥലം കരയും, ഉപയോഗിക്കുന്ന മുസ്ഹഫ് കരയും, നമ്മുടെ അമല് ചെല്ലുന്ന വാനലോകത്തെ സ്ഥലവും കരയും. അത് നമുക്ക് അനുകൂലമായി കരയും. ഭാര്യയുടെ കരച്ചിൽ അനുകൂലമാകണമെന്നില്ല, മക്കളുടെ കരച്ചിൽ അനുകൂലമാകണമെന്നില്ല, ഉപ്പയുടെ ഉമ്മയുടെ കരച്ചിൽ അനുകൂലമാകണമെന്നില്ല. ഖുർആൻ കരയും, ഖുർആൻ എത്തുന്ന സ്ഥലം കരയും. അങ്ങനൊരു ശഫാഅത്ത് വേണ്ടേ മോനെ? അതുകൊണ്ട് ഒരൊറ്റ ദിവസവും ഖുർആൻ ഓതാതെ ഉണ്ടാകാൻ പാടില്ല. കാഴ്ച തന്ന റബ്ബിനുള്ള നന്ദിയല്ലേ ഖുർആനിലേക്ക് നോക്കൽ? കാഴ്ച തന്ന റബ്ബിനുള്ള നന്ദിയല്ലേ അവന്റെ കലാമിലേക്കൊന്ന് നോക്കൽ? നമുക്ക് സംഭാഷണ ശേഷി തന്ന റബ്ബിനുള്ള നന്ദിയല്ലേ അവന്റെ കലാമൊന്ന് ചരിക്കൽ? എന്തെല്ലാം ഭാഗ്യമാണ് റബ്ബ് തന്നത്. അതുകൊണ്ട് ഖുർആൻ ഓതാത്ത ഒരൊറ്റ ദിവസവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ എന്നോട് വസിയ്യത്ത് ചെയ്യുകയാണ്. എന്റെ ചെറുപ്പക്കാരായ നല്ല കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ഉമ്മതങ്ങന്മാരെ, വിക്റുചല്ലാത്ത ഒരു ദിവസവും ഉണ്ടാവല്ലേ, സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസവും ഉണ്ടാവല്ലേ. ഹബീബായ തങ്ങളോട് ഏറ്റവും അടുക്കുന്നവർ സ്വലാത്ത് പെരുപ്പിക്കുന്നവരാണ്. അങ്ങനെ ചൊല്ലണം. മരിച്ചു കൊണ്ടുപോയി ഖബറിൽ കൊണ്ടുവെക്കുമ്പോൾ തങ്ങളുടെ തിരുനോട്ടമൊന്ന് ലഭിക്കണം. അല്ലാഹ് ഞങ്ങളുടെ ഖൽബുകൾ നീ തഖ്വയുള്ള ഖൽബാക്കണം റഹ്മാനേ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നസീബാക്കണം റഹ്മാനേ.